അരുൺകുമാർ, ഇപ്പോൾ ഭരണ തുടർച്ച എന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ പോളിംഗ് കഴിയുമ്പോഴും ഈ ഘട്ടത്തിലും നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ അതിനെന്താണ് അടിസ്ഥാനം? ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പോളിംഗ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ബൂത്തിലും നടന്ന വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഫ്റ്റർ പോളിംഗ് അസസ്മെൻറ്റ് ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ തയ്യാറാക്കി മുകൾ കമ്മിറ്റികളിലേക്ക് തരും. അത് കൃത്യമായിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏതൊക്കെ മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാകുമെന്നതിനെക്കുറിച്ച് ഒരു നല്ല ധാരണ ഞങ്ങളുടെ LDFൻ്റെ കമ്മിറ്റിക്ക് കിട്ടും. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടൊരു വിജയം നേടിയെടുക്കാൻ കഴിയും. തുടർച്ചയായിട്ട് ഭരണ തുടർച്ച ഞങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ. കൂടുതൽ കണക്കുകൾ വരുമ്പോൾ മണ്ഡലത്തിൻ്റെ എണ്ണവും അതുപോലെ മണ്ഡലത്തിൻ്റെ ഏകദേശ ഭൂരിപക്ഷവും എല്ലാം കൃത്യമായിട്ട് അസസ് ചെയ്യാനുള്ളൊരു സംവിധാനം, പാർട്ടി സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ തല ഉയർത്തി നിന്ന് പോരാട്ടം സംഘടിപ്പിക്കുന്നത്, അത് തെരുവീതികളിലായാലും നിയമസഭയിലായാലും ഡൽഹിയിൽ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെയായാലും നിയമ പോരാട്ടത്തിലൂടെ സുപ്രീം കോടതിയിലായാലും ഏറ്റവും സന്ധിയില്ലാത്ത പോരാട്ടം സംഘടിപ്പിച്ച ഒരു 10 വർഷമാണ് കടന്നുപോയത്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും മുസ്ലിം ജനവിഭാഗങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നടന്ന ശ്രമത്തിനെതിരെയും സന്ധിയില്ലാത്ത പോരാട്ടവും പ്രതിരോധവും ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും നടന്ന അതിക്രമങ്ങളിലുമെല്ലാം പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിഷേധത്തിന്റെ ശബ്ദമായി മാറാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരിക്കലും കേരളത്തിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിച്ച പല പദ്ധതികളും അത് പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള ഇടപെടൽ നടത്തി. ദേശീയപാത തന്നെ ഉപേക്ഷിച്ച് പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് ഭൂമി ഏറ്റെടുക്കാൻ 25% പണം സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ 2019 ആരംഭിച്ച് ഇപ്പോൾ ചില റീച്ചുകളുടെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ബാക്കി റീച്ചുകൾ പൂർത്തീകരണത്തിന്റെ വക്കിൽ തന്നെയാണ്. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കം, വിഴിഞ്ഞം പദ്ധതി അടക്കം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, AI ക്യാമറ, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന K-ഫോൺ അടക്കം പശ്ചാത്തല വികസന രംഗത്തും അതുപോലെ കിഫ്ബി അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ രംഗത്ത് ഞങ്ങൾ വന്നതിന് ശേഷം വന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റം എല്ലാവർക്കും ബോധ്യമുണ്ട്. ഈസ്റ്റർ ഘട്ടത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് കയ്യിൽ കിട്ടുന്നതടക്കം ഇതൊക്കെ തന്നെയും പ്രതിഫലിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തുടർച്ച വേണം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ഞാൻ ഒരു അരമിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പണ്ടും ഞങ്ങൾ 7 തവണ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അന്നും ഇത്രയും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ പിന്നീട് ആ ഗ്യാപ്പിൽ വരുന്ന UDF ഗവൺമെന്റ് അത്തരം നേട്ടങ്ങളെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. എന്നാൽ 2016 മുതൽ ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങൾക്കും തുടർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞത് 2021 ഗവൺമെന്റാണ്. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, പശ്ചാത്തല സൗകര്യ വികസനത്തിന് തുടർച്ച വേണം, ക്ഷേമ പദ്ധതികൾക്ക് തുടർച്ച വേണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് പദ്ധതികൾ തുടരുമോ എന്നുള്ള, തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഓരോ കാലത്തും ഉണ്ടാകുന്ന ഒരു ആലോചന. അത് 2 കൂട്ടരും വരുമ്പോൾ ചില പദ്ധതികൾ നിർത്തലാക്കി എന്നുള്ളത് പരസ്പരമുള്ള ആരോപണവുമാണ്. രാജു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.